നമസ്കാരം. ഇന്നേ ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു സീസണൽ ആയിട്ടുള്ള പുഴുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇടിച്ചക്ക, അതായത് നമ്മുടെ ഇടിയൻ ചക്ക ധാരാളമായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇടിയൻ ചക്ക വെച്ചിട്ടുള്ള ഒരു പുഴുക്കാണ് മുതിരയും. പിന്നെ മാത്രമല്ല, ഗുരുവായൂർ നമുക്കറിയാം ഉത്സവകാലത്ത് കിട്ടണ ഒരു പുഴുക്കുണ്ട്, ഇടിയൻ ചക്കയും മുതിരയും കൂടിയിട്ട്. ആ പുഴുക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ റെസിപ്പി ഒരിക്കലും ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും ആ പുഴുക്കിൻ്റെ സ്വാദിൻ്റെ അടുത്ത് എത്തില്ല. അത് മാത്രമല്ല, അത് വലിയ അളവിൽ ചെയ്യണതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറിയ അളവിൽ ചെയ്യുമ്പോൾ അതുപോലെ വരികയില്ല, അത് കുറച്ചും കൂടി ലൂസായിരിക്കും. പിന്നെ ഞാൻ രണ്ട് കറിവേപ്പിലയൊക്കെ ചേർക്കുന്നുണ്ട്, അതിൽ ഇങ്ങനെ കറിവേപ്പിലയൊന്നും ചേർക്കണില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ പുഴുക്കെന്ന് വിചാരിച്ചിട്ട് ആരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണ്ട. ഞാൻ ചോദിച്ചറിഞ്ഞ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി തുടക്കത്തിലേ ഞാൻ പറയാണ്, അതുപോലുള്ള സ്വാദൊന്നും നമ്മൾ വെച്ചാൽ കിട്ടില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഴുക്ക്, നമുക്ക് പിടിച്ചക്കയുടെ സീസണാണ്, അതുകൊണ്ട് മുതിരയും ഈ ഒരു ഇടിയൻ ചക്കയും വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൂ. മുതിരയും അതുപോലെ ഇടിയൻ ചക്കയും നമ്മൾ വേറെ വേറെയാണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ 2.5 കപ്പ് അളവിലാണ് കുതിർത്തിയിട്ടുള്ള മുതിര എടുത്തിട്ടുള്ളത്. 8 മണിക്കൂർ നേരം കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയ മുതിര. ഇനി വറ്റൽമുളക് നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവനോടെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7-8 വിസിൽ വരെ അടിച്ചിട്ട് മുതിര നല്ലോണം ഇങ്ങനെ പൊട്ടി വരണ പാകത്തിന്, അതായത് നല്ല അസലായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരു ചെറിയ ഇടിച്ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി കളഞ്ഞ് അത് ചതുര കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കട്ടെ. മുതിരയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള വറ്റൽമുളകും നല്ല അസലായിട്ട് വെന്തുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ കയ്യിലോണ്ട് കുത്തി ഉടയ്ക്കുമ്പോൾ തന്നെ ഉടയണ രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ. സാധാരണ ഈ മുതിര നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ തോരനൊക്കെ വെക്കുമ്പോൾ വേവിക്കണ അത്ര വെന്താ പോരാ. കാരണം എന്താ വെച്ചാൽ ഈ പുഴുക്കിൽ തേങ്ങ അരച്ചൊന്നും ചേർക്കണില്ല. ഇടിച്ചക്കയും മുതിരയും വേവുമ്പോൾ ആ ഉടഞ്ഞിട്ടുണ്ടാവുന്ന കൊഴുപ്പ് മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ കയ്യിലോട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് മുതിര നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ഇടിയൻ ചക്കയുടെ കൂടെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഈ ഇടിയൻചക്ക ഇങ്ങനെ കലങ്ങി പോണ രൂപത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് രണ്ടും ഇങ്ങനെ വെവ്വേറെ വേവിക്കണോ എന്ന് ചോദിച്ചാൽ മുതിരയുടെ കൂടെ തന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയും മുതിരയും ഇടിയൻചക്കയും ഒരുമിച്ച് വേവിക്കാം കേട്ടോ. വീട്ടിലൊക്കെ ചെയ്യണ സമയത്ത്, നമ്മൾ പൂട്ടുപുരയിലൊക്കെ ചെയ്യണ സമയത്ത് അവർ ആ വലിയ ചെമ്പിൽ രണ്ടും രണ്ടായിട്ട് ഇങ്ങനെ വേവിക്കണ കണ്ടുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്തു എന്ന് മാത്രം. ഇനി പ്രഷർ കുക്കർ തുറക്കുമ്പോൾ ഇടിയൻചക്ക നന്നായിട്ട് വെന്തുണ്ടാവും. നമ്മളത് കയ്യിലോണ്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് നല്ലോണം കുത്തി ഉടയ്ക്കുക. അവിടെ ആയിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ കിടന്നോട്ടെ കേട്ടോ, അത് കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് ഉടച്ചെടുക്കുക. അങ്ങനെ ആദ്യം നമ്മൾ വേവിച്ച് വെച്ച മുതിരയിലേക്ക് പിന്നെ ഇടിയൻ ചക്ക ഉടച്ച് വേവിച്ചതും കൂടി കുറേശ്ശെയായിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ, ആ യോജിപ്പ് വന്നു കഴിഞ്ഞാൽ അവസാനം നല്ലോണം കുറച്ച് പച്ചക്കറിവേപ്പിലയും ചേർക്കണം. അതുപോലെ തേങ്ങ അരച്ച് ചേർക്കണ്ട, തേങ്ങയും ജീരകമാണല്ലോ സാധാരണ പുഴുക്കിൽ അരച്ച് ചേർക്കുക. ഇതിങ്ങനെ കൈപ്പിടി അളവിൽ ഒരു കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് വെറുതെ ചേർത്താൽ മതി കേട്ടോ. ആ തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. നല്ലോണം പച്ച വെളിച്ചെണ്ണ ചേർക്കണം. നമ്മളങ്ങനെ തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം ഈ ഒരു കുഴിക്കയിലുണ്ടല്ലോ അതിൽ പകുതിയോളം, അപ്പോൾ ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. നല്ലോണം പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ ആ സ്വാദ് നന്നായിട്ട് വരിക. അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെ ഈ പുഴുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ തൈരും ചോറും, നല്ല കട്ട തൈരിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു തവണ ഈ ഒരു പുഴുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഊട്ടുപുരയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരിക്കലും അവിടുത്തെ പുഴുക്ക് പോലെ ആവില്ല. അത് ഗുരുവായൂർ അമ്പലത്തിലെ ആ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തിരുന്ന് പ്രസാദം കഴിക്കണ പോലെ ഒരിക്കലും നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ വരില്ല. 2 കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന പുഴുക്കിൽ മുതിരയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. നമുക്ക് ഇവിടെ ഇടിയൻചക്ക ധാരാളം കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ ഇടിയൻചക്ക ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ കാണാനുള്ള ആ ഒരു എന്താ പറയാ, കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നാം. പിന്നെ രണ്ടാമത്തെ കാര്യം നിറാണ്. അമ്പലങ്ങളിൽ ഈ ഒരു ചെമ്പിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും വലിയ അളവിലാണ് ഇടുന്നത്. അതിനനുസരിച്ച് നിറത്തിന് മാറ്റം ഉണ്ടാവും. നമ്മളിവിടെ പ്രഷർ കുക്കറിൽ 2-3 ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ആ ഉരുളിയിലും ചെമ്പിലും ഒന്നും ഉണ്ടാക്കണം അത്രയും ആ വേവായാലും അതിന്റെ ടെക്സ്ചർ ആയാലും അതിന്റെ വാസനയാണെങ്കിലും സ്വാദും ഒന്നും വരാൻ പോണില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കൂ.